ഡി സോൺ കലോത്സവത്തിലെ SFI KSU സംഘർഷത്തിൽ ചേർപ്പ് സിഐക്ക് സസ്പെൻഷൻ. സിഐ പ്രദീപിനെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഘർഷം നിയന്ത്രിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് ആരോപിച്ചാണ് നടപടി. ലെവിൻ കെ വിജയനുണ്ട് വിശദാംശങ്ങളുമായി. ലെവിൻ, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി? ആതിര, ഒരു പ്രാഥമിക അന്വേഷണം നടത്തി ചേർപ്പ് സിയെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ജനുവരി 28-ന് പാളയിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി സോൺ കലോത്സവത്തിനിടെ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുണ്ടായ സംഘർഷം നിയന്ത്രിക്കുന്നതിൽ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റി എന്നുള്ള കാരണം കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്തരം ഒരു സസ്പെൻഷൻ നടപടി ഉണ്ടാകുമ്പോഴും സ്ഥലം CI ആയിട്ടുള്ള സജിൻ ശശിയെക്കെതിരെ നടപടിയില്ല. ഇരിങ്ങാലക്കുട DYSP ഈ കലോത്സവം നടക്കുന്ന സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു. കോളേജ് ക്യാമ്പസിൽ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്നത് DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കാണ്. ഈ സ്ഥലത്തെ പോലീസിനെയും CIയെയും സഹായിക്കുന്നതിന് വേണ്ടി അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് തൊട്ടടുത്ത സ്റ്റേഷൻ പരിധിയിലുള്ള ചേർപ്പ് CI ഈ കലോത്സവ വേദിയിലേക്ക് എത്തിയത്. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ മാത്രമാണ് ഇപ്പോൾ ഒരു അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരുള്ളിൽ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ അമർഷവും വിയോജിപ്പും ഒക്കെയുണ്ട്. SFI അടക്കം ഇന്നലെ ഈ കലോത്സവത്തിൽ പോലീസ് ഏകപക്ഷീയമായാണ് പെരുമാറിയതെന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതി കൂടി പോയതിന് പിന്നാലെയാണ് അടിയന്തര നടപടി എന്നുള്ള നിലയിൽ ഇപ്പോൾ ചേർപ്പ് CIയെ മാത്രം സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. സംഘർഷം ഉണ്ടായ സമയത്ത് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കും മേലുദ്യോഗസ്ഥർക്കുമെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും എടുക്കാതെ ചേർപ്പ് CIക്കെതിരെ മാത്രം നടപടി വന്നതിലാണ് ഇപ്പോൾ കടുത്ത വിമർശനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾക്കും അല്ലെങ്കിൽ വലിയ സംഘർഷത്തിനും കാരണമായ ഒരു ഡ്യൂട്ടി നിയന്ത്രിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് ആരോപിച്ചാണ് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടി. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം ഈ രക്ഷപ്പെട്ട പ്രതികളെ ആംബുലൻസിൽ എത്തിച്ചത്, അതായത് ഗോകുൽ ഗുരുവായൂർ അടക്കമുള്ള KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ ആംബുലൻസിൽ ചാലക്കുടിയിലേക്ക് എത്തിച്ചത് പോലീസാണെന്ന് കണ്ടെത്തിയിരുന്നു. ഈ പോലീസ് ആണെന്ന് കണ്ടെത്തുമ്പോഴും ഈ വാഹനത്തിന് പിന്നാലെ, അതായത് ആംബുലൻസ് മുന്നോട്ട് പോകുമ്പോൾ അതിന് പിന്നാലെ ഒരു പോലീസ് എസ്കോർട്ട് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രാഥമികമായി അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഈ ചേർപ്പ് വാഹനമാണ് പിന്തുടർന്നത് എന്നടക്കമുള്ളത് ഈ ജില്ലാ പോലീസ് മേധാവിയുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നടപടി എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഈ സ്ഥലത്തെ ഉദ്യോഗസ്ഥന്, അതായത് മാള CIക്ക് നടപടിയെടുക്കാതെ സമീപത്തെ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തതിലാണ് പ്രതിഷേധം. പക്ഷേ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇതൊരു മാള സംഘർഷത്തിന്റെ പേരിൽ, അതായത് SFI KSU സംഘർഷത്തിന്റെ പേരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത്. ആതിര, ഡി സോൺ കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടപടിയിൽ വീഴ്ച ആരോപിച്ച ചേർപ്പ് CIക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം നടപടിയെടുക്കാതെ ചേർപ്പ് CIക്കെതിരെ നടപടിയെടുത്തതിലാണ് ഈ ഘട്ടത്തിൽ ആക്ഷേപം ഉയരുന്നത്. ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.